Plus 1 English, Unit, Unit 2, Chapter 2, The Price of Flowers. Price of Flowers, it is a short story. And this short story, which was written by Prafad Kumar Mukhopadhyay. Prafad Kumar Mukhopadhyay, 1873 to 1932, was one of the best short story writers in Bengali literature. He was also a novelist. His short stories are mainly based on real life situations, and his characters belong to middle class families. Their hopes and aspirations, their joys and sorrows are nicely woven into his tales. അതായത് പൂക്കളുടെ വില എന്നതാണ് ഈ ഒരു ചെറുകഥ. ഇത് എഴുതിയത് പ്രഭാത് കുമാർ മുഖോപാധ്യായ ആണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ് 1873 മുതൽ 1932 വരെയാണ്. അദ്ദേഹം ആ കാലയളവിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു ചെറുകഥാകൃത്തായിരുന്നു. അപ്പോൾ ബംഗാളി സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് പ്രഭാത് കുമാർ മുഖോപാധ്യായ. അദ്ദേഹം ഒരു നോവലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചെറുകഥകളെല്ലാം തന്നെ പ്രധാനമായിട്ടും റിയൽ ലൈഫ് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കഥാപാത്രങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉൾപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. അവരുടെ പ്രതീക്ഷകള്, അവരുടെ പ്രചോദനപരമായ കാര്യങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം മെനഞ്ഞെടുത്ത് കഥകൾക്കും കഥാപാത്രങ്ങൾക്കും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു സമ്മറിയിലേക്ക് പോയാല് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ പറ്റിയുള്ള ഒരു ചെറുകഥയാണ് പൂക്കളുടെ വില. 13 വയസ്സുകാരിയായ മാഗി എന്ന ഒരു ബ്രിട്ടീഷ് പെൺകുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. കഥ പറയുന്നത് ഇന്ത്യക്കാരനായ ഗുപ്ത എന്നയാളാണ്. ഒരു സസ്യഭോജനശാലയാണ് രംഗം. അവിടെ വെച്ച് അവർ പരിചയപ്പെടുന്നു. ഇന്ത്യക്കാരനാണ് ഗുപ്ത എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് അത്യധികം സന്തോഷമായി. അവളുടെ ഏക സഹോദരൻ ഫ്രാങ്ക് എന്നാണ് സഹോദരനെ വിളിക്കുന്നത്. ഫ്രാങ്ക് എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. കുറച്ചു കാലമായിട്ട് അവന്റെ കത്തൊന്നും കിട്ടാത്തതിനാൽ മാഗിയും അവളുടെ അമ്മ മിസ്സിസ് ക്ലിഫോർഡും വളരെയധികം വ്യസനിച്ചിരുന്നു. ഇന്ത്യ പാമ്പുകളുടെയും കടുവകളുടെയും പനിയുടെയും ഒക്കെ നാടാണെന്നായിരുന്നു അവരുടെ കേട്ടറിവ്. ഒരു ദിവസം ഗുപ്തയ്ക്ക് മാഗിയുടെ ഒരു കത്ത് കിട്ടി. അവളുടെ അമ്മ അസുഖമായി കിടക്കുകയാണെന്നും വീട് വരെ ഒന്ന് ചെല്ലണമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. ഗുപ്ത വേഗം തന്നെ മാഗിയുടെ വീട്ടിലെത്തി. മകനെ കുറിച്ചുള്ള ആശങ്കയാണ് രോഗം മൂർച്ഛിക്കാനായിട്ട് കാരണമെന്നും ഇന്ത്യയിൽ നിന്നും ഫ്രാങ്ക് അയച്ചു കൊടുത്തിരുന്ന മാന്ത്രിക മോതിരം നോക്കി അവൻ സുഖമായിരിക്കുന്നുവെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തണമെന്ന് മാഗി ഗുപ്തയോട് അഭ്യർത്ഥിച്ചു. അന്ധവിശ്വാസമാണ് അതെന്നറിഞ്ഞിട്ടും ഗുപ്ത മാന്ത്രിക മോതിരത്തിൽ തറപ്പിച്ചു നോക്കിയ ശേഷം മിസ്സിസ് ക്ലിഫോർഡിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മകന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നും അവരുടെ അസുഖം മാറുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാഗി ഗുപ്തയ്ക്ക് പോസ്റ്റ് കാർഡിൽ ഒരു കത്തെഴുതി. ഫ്രാങ്ക് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു അതിലെ സന്ദേശം. ഗുപ്തയ്ക്ക് തന്നെക്കുറിച്ച് തന്നെ ലജ്ജ തോന്നി. താൻ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് അദ്ദേഹം മറുപടി കത്തിലെഴുതി. അദ്ദേഹം തിരിക്കുമെന്ന് അറിയിച്ചിരുന്ന ദിവസം മാഗി ഗുപ്തയുടെ വസതിയിലെത്തി. മാഗി ഒരു ഷില്ലിംഗ് മേശപ്പുറത്ത് വെച്ചിട്ട് ആ പൈസ കൊണ്ട് പൂക്കൾ വാങ്ങി ഫ്രാങ്കിന്റെ കബറിടത്തിൽ അർപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. താൻ ഇന്ത്യയിൽ എത്തിയ ശേഷം അവളുടെ സഹോദരന്റെ കുഴിമാടത്തിൽ പൂക്കൾ അർപ്പിക്കാമെന്നും അതിനുശേഷം അവർക്ക് കത്തെഴുതാമെന്നും അദ്ദേഹം വാക്കുകൊടുത്തു. ആ പൂക്കൾ മനുഷ്യബന്ധത്തെ ആഴത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയായിട്ട് മലയാളത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. സമ്മറി, റിവ്യൂ ഓർ അപ്രീസിയേഷൻ എന്ന രീതിയിൽ. ഓക്കെ,
The Price of Flowers is a touching story by Prafad Kumar Mukhopadhyay. The story is set in London in the pre-independence era. It is narrated through the point of view of Mr. Gupta, an Indian civil servant undergoing training in London. Mr. Gupta meets a teenage girl in a restaurant. Her interest in him arouses his curiosity. He later becomes friends with her and learns her story. She lives with her widowed mother in a poor neighborhood. Her only brother Frank is in India serving the British Army. They have no information from him for several months and they are worried. When Gupta visits their home, Mrs. Clifford, the mother, requests him to look into the crystal on a ring sent by Frank from India. They believe that the ring has magical powers and a Hindu will be able to see the future and the past if he concentrates on the crystal. Mr. Gupta tries but fails. This disappoints her. Later, Mrs. Clifford falls ill. Maggie requests him to look once again into the crystal and tell her mother that Frank is alright. All this will help her to recover. He agrees to tell this harmless lie. But by the time he tells this, Frank has already died. When Mr. Gupta returns to India, Maggie gives him 1 shilling to buy flowers for Frank's grave. The story is a really touching one. The 1 shilling that Maggie gives him is hard-earned money. At first, Mr. Gupta thinks of returning it, but later he decides to take it as he does not want to deny her this joy of sacrifice. What is the price of those flowers? It is not certainly 1 shilling. The flowers are priceless when we consider Maggie's feelings towards her brother. So the title of the story is an apt one. The Western misconception of India is revealed through the words of Maggie and Mrs. Clifford on many occasions. The story opens and ends with the meeting between Mr. Gupta and Maggie. The characters are portrayed with the utmost care. The careful selection of words and phrases arranged in a simple language adds to the beauty of the story. There is an abundance of dialogues in the story which helps in the reader to build an emotional connection with the characters. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ മലയാളത്തിലുള്ള സമ്മറിയും ഇവിടെ തന്നിട്ടുണ്ട്. ആ മലയാള സമ്മറിയോടനുബന്ധിച്ചുള്ള അതിൻ്റെ ഇംഗ്ലീഷിൽ ഉള്ള സമ്മറിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളെ നാം കണ്ടു. ആരൊക്കെയാണ്? മിസ്റ്റർ ഗുപ്ത ഉണ്ട്, അതേപോലെ തന്നെ ഫ്രാങ്ക്, അതേപോലെ തന്നെ മാഗി, ഇവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു ദിവസം മിസ്റ്റർ ഗുപ്ത അവരുടെ മിസ്സിസ് ക്ലിഫോർഡിന്റെ റിക്വസ്റ്റ് മാനിച്ച് ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ്. അതായത് ഇന്ത്യയിൽ നിന്നും ഫ്രാങ്കിന്റെ ഫ്രാങ്കിന് ഇവിടെ ഇപ്പം നിലവിൽ ആബ്സെൻസ് ഫീൽ ചെയ്യുന്നു അമ്മക്ക്. അപ്പോൾ അമ്മയ്ക്ക് മോനെ കാണുന്നതിന് വേണ്ടിയിട്ട് മാജിക്കൽ പവറുള്ള ഒരു റിങ്ങിലൂടെ നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഹിന്ദുവിനാണെങ്കിലാണ് അത് കാണാൻ സാധിക്കുക എന്നുള്ളൊരു ആ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞതനുസരിച്ച് അതിലൂടെ നോക്കുകയും ഇന്നലെ ഫ്രാങ്കിനെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വരുമ്പോൾ മാഗി വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ട് മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തില് ഒരു കഥയുടെ പശ്ചാത്തലം, ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പശ്ചാത്തലമാണ് ഈ കഥയിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അസുഖം ബാധിച്ച ആ അമ്മയുടെ മനസ്സിലെ മകനെ കാണാൻ വയ്യാതെ വരുന്ന ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് ഇവിടെ നമ്മളെ എല്ലാവരെയും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റർ ഗുപ്തയും മാഗിയും ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായി ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വേർഡ്സ്, ഫ്രേസസ്, അവിടെ ഉപയോഗിച്ചിരുന്ന സിമ്പിൾ ലാംഗ്വേജ്, ഇതെല്ലാം തന്നെ ഈ കഥയ്ക്ക് ഭംഗി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റോറിയിൽ മുഴുനീള ഡയലോഗ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു വൈകാരിക ഭാവത്തിന് വളരെയധികം പ്രസക്തിയുള്ള ഒരു കഥയാണ്
the price of flowers. Okay.